ഈ തെറ്റുകൾ ആവർത്തിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉറപ്പായും മാർക്ക് നഷ്ടപ്പെടും. ഈ സ്ട്രെസ് മൂലമാണ് പ്രതീക്ഷിച്ച മാർക്ക് നിങ്ങൾക്ക് കിട്ടാതെ വരുന്നത്. കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണും അതുപോലെ സിലബസുമാണ് ഈ വർഷം നിങ്ങൾ നേരിടാൻ പോകുന്നത്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നിങ്ങൾ പ്രതീക്ഷിച്ച ഫുൾ മാർക്സിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കൂ. വെൽക്കം ബാക്ക് ടു RK-NEXT. ഞാൻ നിങ്ങളുടെ സ്വന്തം ASR മിസ് ആണ്. അപ്പൊ പുതിയ അധ്യയന വർഷം തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായല്ലേ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ഒരു ട്രാക്കിലേക്ക് എത്താൻ കുറച്ച് സമയമെടുക്കും എന്നുള്ളത് നേരത്തെ മനസ്സിലാക്കി കഴിഞ്ഞ ആൾക്കാരാണ്. കാരണം എല്ലാം പുതിയതാണ്. കഴിഞ്ഞ വർഷം നിങ്ങൾ ചെയ്ത ചില മിസ്റ്റേക്സ് ഈ വർഷവും നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈ വർഷവും പോകും. അതായത് ഈ വർഷം നിങ്ങൾ പ്രതീക്ഷിച്ച ലെവലിലേക്ക്, പ്രതീക്ഷിച്ച മാർക്കിലേക്ക് നിങ്ങൾക്ക് എത്താൻ എന്തായാലും സാധിക്കില്ല. അപ്പൊ ഈ മിസ്റ്റേക്സ് നിങ്ങൾ ആവർത്തിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്ന് അറിയണമെങ്കിൽ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം. അപ്പൊ കഴിഞ്ഞ വർഷം വരെ നിങ്ങൾ ചിന്തിച്ചൊരു കാര്യമുണ്ട്, എക്സാം ആവട്ടെ ഈസി ആയിട്ട് ഞാൻ പഠിച്ചെടുത്തോളാം, അല്ലെ, പരീക്ഷയാവട്ടെ ഞാൻ എന്തായാലും പഠിച്ചെടുത്തോളാം, പരീക്ഷയോടനുബന്ധിച്ച് അതായത് ആ അടുത്ത ദിവസങ്ങളിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ എനിക്ക് എന്തായാലും നല്ല മാർക്ക് കിട്ടും, എനിക്ക് മുഴുവൻ മാർക്സ് എന്തായാലും വാങ്ങാൻ പറ്റും എന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസ് കഴിഞ്ഞ വർഷം നിങ്ങളിൽ ഉണ്ടായിരുന്നു. അതിൽ തന്നെ പല കുട്ടികൾക്കും ചിലപ്പം ആ ഒരു ഓവർ കോൺഫിഡൻസ് കാരണം പാസ്സാവാനൊക്കെ പറ്റിയിട്ടുണ്ടാവും. പക്ഷേ ഈ വർഷം നിങ്ങളത് റിപ്പീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങുക എന്നുള്ളത് തന്നെ ദൂരത്തിലാണ്. അതിൻ്റെ ഉപരി നിങ്ങൾക്ക് പാസ്സാവാം എന്നുള്ളത് പോലും നടക്കില്ല. നിങ്ങൾ ഈ ഒരു എക്സാം സമയത്ത് പഠിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതിലും അപ്പുറമുള്ള കോൺസെപ്റ്റുകളും അപ്പുറമുള്ള ടോപ്പിക്കുകളും അപ്പുറമുള്ള ചാപ്റ്റേഴ്സുമാണ് ഓരോ സബ്ജക്റ്റിലും നിങ്ങൾ ഈ ഒരു വർഷം നേരിടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എക്സാം അടുപ്പിച്ചിട്ട് പഠിക്കാം എന്നുള്ള ചിന്ത നിങ്ങളിൽ ആരുടെയെങ്കിലും ഉള്ളിലുണ്ടെങ്കിൽ അത് ഇപ്പൊ തന്നെ മാറ്റി വെച്ചോളുക. ഇപ്പോഴേ പഠിച്ചു തുടങ്ങേണ്ട സമയമായിരിക്കുന്ന നമ്മുടെ മുന്നിൽ അധികം നാളുകളില്ല, അല്ലെ. നമ്മുടെ ഫസ്റ്റത്തെ മിഡ് ടേം എക്സാം തന്നെ ഇങ്ങ് ഓടി വന്നിരിക്കുകയാണ്. ഈ ഒരു പരീക്ഷ ടീച്ചേഴ്സ് നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്ന പരീക്ഷയാണ്, അല്ലെ. ഈ ഒരു വർഷത്തിലെ ഏറ്റവും വലിയ പ്രാക്ടീസ് ആണ് ഈ ഒരു എക്സാം എന്ന് പറയുന്നത്. ഈ ഒരു എക്സാമിന് നിങ്ങൾ ഉള്ള ചാപ്റ്റേഴ്സ് ഒക്കെ പഠിച്ച് തീർക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ഫൈനൽ എക്സാമിലേക്കുള്ള എന്താണ്, ഒരു പ്രാക്ടീസ് ആണല്ലേ, ഒരു ചുവടുവെപ്പാണെന്ന് നമുക്ക് പറയാം. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ മനസ്സിലാക്കാൻ പറ്റും, ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ മനസ്സിലാക്കാൻ പറ്റും, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിലയിരുത്താൻ പറ്റും. ടീച്ചേഴ്സും നിങ്ങളെ വിലയിരുത്താൻ പോകുന്ന ഫസ്റ്റ് എക്സാം ആണ് മിഡ് ടേം എക്സാം എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പോഴേ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ടൈം ടേബിൾ സെറ്റ് ചെയ്യുക, ഒരു സ്കെഡ്യൂൾ ഉണ്ടാക്കുക, അത് പ്രകാരം തന്നെ നിങ്ങൾ ഓരോ സബ്ജക്റ്റിലെയും ചാപ്റ്റേഴ്സ് പഠിച്ചു തുടങ്ങുക. നമ്മുടെ മുന്നിൽ സമയമില്ല, സമയം ചെലവഴിക്കാനില്ല എന്ന് വെച്ച് മിസ് പറയുന്നത് എന്റർടൈൻമെന്റ് ഒന്നും വേണ്ട എന്നല്ല. പക്ഷേ എന്റർടൈൻമെന്റുകളെല്ലാം നിങ്ങൾ സെക്കൻഡറി ആയിട്ട് കണക്കാക്കുക. നമ്മുടെ പ്രൈമറി ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ പരീക്ഷയാണ്, അല്ലെ, നമ്മുടെ ഫൈനൽ എക്സാം തന്നെയാണ്. അല്ലെങ്കിൽ ഫൈനൽ എക്സാം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ മാർച്ച് വരെ സമയമുണ്ടല്ലോ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇന്ന് ഫസ്റ്റത്തെ എക്സാം നോക്കാമല്ലോ, മിഡ് ടേം എക്സാം. ഈ മിഡ് ടേം എക്സാമിന് നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് വാങ്ങാൻ പറ്റുന്നുണ്ട് എന്ന് നിങ്ങളെ തന്നെ എന്ത് ചെയ്യുക, സെൽഫ് അസസ് ചെയ്യുക, നിങ്ങളെ പഠന രീതി മാറ്റുക. അപ്പൊ കഴിഞ്ഞ വർഷത്തെ മിസ്റ്റേക്ക് ആയിരുന്നു എക്സാമിന്റെ തലേന്ന് ഇരുന്ന് പഠിക്കുക എന്നുള്ളത്. ആ മിസ്റ്റേക്ക് മാറ്റി തുടക്കത്തിലെ പഠിക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കുക പോലും ചെയ്യാതിരുന്ന ഒരു വലിയ സക്സസിലേക്ക് നിങ്ങൾക്ക് ഈ വർഷം എത്താൻ പറ്റും, അല്ല. അത്രയും മാർക്ക് നിങ്ങൾക്ക് ഈ ഒരു വർഷം വാങ്ങാൻ പറ്റും. അത്രയും മാർക്ക് എന്ന് പറഞ്ഞാൽ ഫുൾ മാർക്ക് തന്നെ, അല്ലെ. അല്ലെങ്കിൽ A+ ആണോ നിങ്ങളുടെ ലക്ഷ്യം, എന്നാൽ A+ തന്നെ. ഞാൻ എപ്പോഴും A+ അല്ല ലക്ഷ്യമിടേണ്ടത്, ഫുൾ മാർക്ക് ലക്ഷ്യമിടണം എന്നാണ് കുട്ടികളോട് പറയാറുള്ളത്. എന്നാലേ നിങ്ങൾക്ക് അതിൻ്റെ അടുത്തെങ്കിലും എത്താൻ പറ്റുള്ളൂ, അല്ലെ. ശരിക്കും അതിൻ്റെ അടുത്തെത്തുക എന്നുള്ളതല്ല കേട്ടോ, അത് മുഴുവനായിട്ട് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിരിക്കണം. ഇപ്പോഴേ നിങ്ങൾ പഠിച്ചു തുടങ്ങിയിരിക്കണം. എക്സാമിന്റെ തലേന്ന് ഇരുന്ന് പഠിക്കാൻ തുടങ്ങിയാൽ ഒരിക്കലും നിങ്ങൾക്ക് ആ ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ, ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ, ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്യാൻ, എക്സാം അടിപൊളിയായിട്ട് എഴുതാൻ പറ്റില്ല. ഈ മിസ്റ്റേക്കുകൾ നിങ്ങൾ ആവർത്തിക്കാതിരിക്കുക. അത് മാത്രമല്ല, കഴിഞ്ഞ വർഷം നന്നായിട്ട് പഠിച്ച കുറേ കുട്ടികൾക്ക് മാർക്ക് കിട്ടിയിട്ടില്ല, അവർ പ്രതീക്ഷിച്ച മാർക്കിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. അപ്പൊ ആ കുട്ടികളൊക്കെ കരഞ്ഞു, അല്ലെ. അവർ ചോദിച്ചു എന്താണ് എൻ്റെ മിസ്റ്റേക്ക്. മിസ്റ്റേക്ക് ഒന്നുമില്ല, ബൈഹാർട്ട് പഠിച്ചതാണ് മിസ്റ്റേക്ക്. ബൈഹാർട്ട് സ്റ്റഡിയിലൂടെ നല്ല മാർക്ക് വാങ്ങാൻ പറ്റും എന്നുള്ള കുട്ടികളോട് പറയാനുള്ളത്, ബൈഹാർട്ട് നിങ്ങൾ പഠിച്ചാൽ ഈ മാറുന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ, മാറുന്ന ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ, അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ, CBSE ലെവൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. ഓരോ വർഷവും ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും ഫുൾ A+ ഫുൾ മാർക്കും വാങ്ങുന്ന കുട്ടികളുടെ എണ്ണം, പാസ്സാവുന്ന കുട്ടികളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അതിൽ പെട്ടുപോകരുത്.
അപ്പൊ ബൈ ഹാർട്ട് പഠിക്കരുത്. നിങ്ങൾ എപ്പോഴും കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ്. എപ്പോഴും നിങ്ങൾ കോൺസെപ്റ്റ് ക്ലിയർ ചെയ്ത് പഠിക്കുക. ഡൗട്ട് ഉണ്ടോ ടീച്ചേഴ്സിനോട് ചോദിക്കുക, ഡൗട്ട് ഉണ്ടോ വീഡിയോസ് കാണുക, ആ ഡൗട്ട് ക്ലാരിഫൈ ചെയ്തിട്ട് നിങ്ങൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാന്നുള്ളതാണ്. സോ ബൈ ഹാർട്ട് സ്റ്റഡി വേണ്ട, കോൺസെപ്റ്റ് ക്ലിയർ ചെയ്ത് പഠിക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആവുമ്പോൾ ആ ടഫായ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റണം. അല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആണ് എന്ന് പറഞ്ഞ് എക്സാമിന് ശേഷം ഇരുന്ന് കരയുന്നതിൽ അർത്ഥമില്ല. അപ്പൊ ആ ലെവലിലേക്ക് നിങ്ങൾ ഉയരണം. ആപ്ലിക്കേഷൻ ലെവലിലേക്ക് നിങ്ങളുടെ ചിന്താഗതികൾ മാറാൻ സമയമായിട്ടുണ്ട്. അപ്പൊ അതിനെന്താ ചെയ്യണ്ടേ? സമയമെടുത്ത് പഠിക്കാന്നാ. ഇപ്പൊ നമ്മുടെ മുന്നിൽ എന്തുണ്ട്? സമയമുണ്ട് അല്ലെ? ആ സമയം യൂസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക. ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ടോ? ആ ചാപ്റ്റേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക? ലാസ്റ്റിലേക്ക് വെക്കുക. എപ്പോഴും ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് കുട്ടികൾ ഫസ്റ്റ് പഠിക്കുക. അതിൽ അർത്ഥമില്ല. ടഫ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ലാസ്റ്റിലേക്ക് വെക്കുമ്പോൾ എല്ലാ സബ്ജക്റ്റിലെയും കുറെ ടഫ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് വരും. അപ്പൊ നിങ്ങളൊക്കെ സ്കിപ്പ് ചെയ്യും അല്ലെ? അതിനേക്കാൾ നല്ലത് എന്താ? ടഫായ ചാപ്റ്റേഴ്സ് ആദ്യം പഠിക്കുക. ഡൗട്ട് ക്ലിയർ ചെയ്ത് കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചിട്ട് ഈസിയായ ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യുക? അവസാനത്തേക്ക് വെക്കുക. അത് നിങ്ങൾ എക്സാമിന്റെ തലേന്ന് പഠിച്ചോ, കുഴപ്പമില്ല. എന്തായാലും നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഈ വർഷം എല്ലാം നമുക്ക് പുതിയതാണ്, എല്ലാം ന്യൂ ആണ്. പുതിയ സിലബസ് അല്ലെ, പുതിയ ടെക്സ്റ്റ് ബുക്ക്, പുതിയ പാറ്റേൺ, പുതിയ കോൺസെപ്റ്റ്സ്, പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ, പുതിയ ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളുടെ മുന്നിലുള്ള ഈ സമയം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ എക്സാം സമയത്ത് പഠിക്കാനിരിക്കാതെ ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. നിങ്ങൾ ഫോളോ ചെയ്യാൻ പറ്റുന്ന കാര്യം അത് മാത്രമാണ്. ഓക്കെ അല്ലേ? അപ്പൊ കുറേ കുട്ടികൾ ഇതിനോടകം സ്ട്രെസ്ഡ് ആയിരിക്കും. അതായത് സ്കൂളിലേക്ക് എത്തി എല്ലാം പുതിയതായിട്ടാണ് നിങ്ങളെ മുന്നിലിരിക്കുന്നത്. അപ്പൊ ഇതെങ്ങനെ പഠിക്കണം? ഭയങ്കര സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ എടുത്തിരിക്കുന്ന കുട്ടികളായിരിക്കും നിങ്ങളല്ലേ. അപ്പൊ എന്താ പഠിക്കേണ്ടത് നിങ്ങൾക്ക് അറിയാം. ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ മുന്നിലുണ്ട്. ഈ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് നമ്മുടെ സോഴ്സ് എന്ന് പറയുന്നത് അല്ലെ. എല്ലാം ഈ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഈ ടെക്സ്റ്റ് ബുക്ക് എന്ത് ചെയ്യുക? പഠിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ എന്ത് പഠിക്കണം എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഏതൊക്കെ സബ്ജക്റ്റ് ഏതൊക്കെ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യണം, ഫസ്റ്റത്തെ മിഡ് ടേം എക്സാമിന് നമ്മളിപ്പോൾ എന്താ പഠിക്കേണ്ടത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ഐഡിയ ഉണ്ടാവും. പക്ഷെ സ്ട്രെസ് ഇല്ലാതെ എങ്ങനെയാ പഠിക്കാൻ പറ്റുക? പല കുട്ടികളും പഠിക്കാനിരിക്കുമ്പോൾ കണ്ടിട്ടുണ്ട് അവർ ഭയങ്കര ടെൻഷൻ, ഭയങ്കര സ്ട്രെസ്, പഠിക്കുന്നതൊന്നും അവർക്ക് തലേ കയറൂല. സന്തോഷപ്രമേയം വാങ്ങി കഴിച്ചിട്ട് ഒരു കാര്യമില്ലടാ. അതിന് ഫോളോ ചെയ്യേണ്ട അല്ലാത്ത കുറച്ച് നാച്ചുറൽ രീതികളുണ്ട്. അത് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് സ്ട്രെസ് ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റും. ചില കുട്ടികളുടെ ഒരു ധാരണയുണ്ട്. അപ്പൊ നമ്മൾ കുട്ടികളുടെ എപ്പോഴും പറയാനുള്ള ഒരു കാര്യമാണ്, എന്തായാലും ഒരു ദിവസം നിങ്ങൾ 3 മണിക്കൂർ പഠിക്കുക എന്നുള്ളത്. 3 മണിക്കൂർ നിങ്ങൾ എന്തായാലും പഠിക്കണം. പഠിക്കാൻ ഇരുന്നേ പറ്റുള്ളൂ അല്ലെ. എന്നാലും നമുക്ക് ആ എക്സാം ആവുമ്പോഴേക്ക് ഈ പറയുന്ന സബ്ജക്ട്സിലെ ഒക്കെ അല്ലെ, ഫിസിക്സോ കെമിസ്ട്രിയോ മാത്സോ ബയോളജിയോ അല്ലെങ്കിൽ ലാംഗ്വേജ് എന്തോ ആയിക്കോട്ടെ, ആ പറയുന്ന സബ്ജക്ട്സിലെ ഒക്കെ എല്ലാ ചാപ്റ്റേഴ്സും നമുക്ക് അപ്പോഴേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ 3 മണിക്കൂർ പഠിക്കണം. പക്ഷെ ആ 3 മണിക്കൂറും നിങ്ങൾ സ്ട്രെസ്ഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ തലയിൽ ഒന്നും നിൽക്കൂല അല്ലെ. നിങ്ങൾ പഠിച്ചതൊക്കെ വേസ്റ്റ് ആവും. നിങ്ങൾ എത്ര വായിച്ചോ, റിപ്പീറ്റ് ചെയ്ത് വായിച്ചാലും പഠിച്ചാലും ഒക്കെ നിങ്ങൾക്ക് സ്ട്രെസ് മാത്രമേ ഉണ്ടാവുള്ളൂ. പഠിച്ചതൊന്നും തലയിൽ നിൽക്കില്ല, എല്ലാം മറന്നുപോകും. പിറ്റേന്ന് എടുത്തിട്ട് ആ പഠിച്ച ടോപ്പിക് ഒന്നും നിങ്ങൾ മറിച്ച് നോക്കിക്കേ, ഒന്നും ഓർമ്മയുണ്ടാവില്ല. ഒന്നും ബൈഹാർട്ട് പഠിക്കുന്നത് തെറ്റാണ്. കോൺസെപ്റ്റ് അറിയില്ല. രണ്ടാമത്തെ കാര്യം, കോൺസെപ്റ്റ് അറിഞ്ഞാലും പഠിച്ച രീതിയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. സ്ട്രെസ്ഡ് ആയിട്ട് പഠിച്ചു, ടെൻഷൻ അടിച്ചു പഠിച്ചു, അതുകൊണ്ട് ഒന്നും ഓർമ്മയില്ല അല്ലെ. അപ്പൊ എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് സ്ട്രെസ് ഫ്രീ ആയിട്ട് നമുക്ക് എങ്ങനെ പഠിക്കാൻ പറ്റും? അപ്പൊ അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, പഠിക്കുന്നതിന്റെ മുന്നേ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ പറമ്പ് കൂടെ ഒന്ന് നടക്കുക അല്ലെ. നിങ്ങളൊരു പ്ലേ ഗ്രൗണ്ട് പോണം, അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക, ഒരു ഗാർഡനിൽ പോണം, ഒരു പാർക്ക് പോണം എന്നല്ല മിസ് പറഞ്ഞത് കേട്ടോ. നടക്കാൻ കുറെ സ്ഥലം വേണമല്ലോ, അതല്ല മിസ് പറഞ്ഞത്. നിങ്ങളുടെ വീട്ടിന്റെ ചുറ്റിലുള്ള പറമ്പ് കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളൊരു വാം വാക്കപ്പ് എന്താ പറയുക, വാക്ക് ചെയ്യുക, നടക്കുക അല്ലെ. നല്ലോണം കൈയും കാലൊക്കെ വീശി നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് നടക്കുക. അപ്പൊ നിങ്ങൾക്ക് നല്ല എനർജി ഫീൽ ചെയ്യും അല്ലെ. നിങ്ങളൊന്ന് റിലാക്സ്ഡ് ആവും. ആ ഫ്രഷ് എയർ ഒക്കെ കൊള്ളുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണ്, ഒരു സമാധാനം വരും. പഠിക്കാനുള്ളൊരു മൂഡ് വരിക എന്ന് പറയില്ലേ, ആ മൂഡ് അങ്ങ് വരും അല്ലെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ട് കയ്യും കാലൊക്കെ വീശി നിങ്ങൾ ആ ഒരു നമ്മുടെ പ്രകൃതിയിലെ തന്നെ ആ ഒരു ഫ്രഷ് എയർ ഒക്കെ കൊണ്ടിട്ട് നിങ്ങളൊന്ന് നന്നായിട്ട് നടക്കുക, ഒന്ന് നിങ്ങളെ തന്നെ വാമപ്പ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. അല്ലാതെ സ്കൂൾ വിട്ട് വന്ന് അമ്മ എന്നാ എനിക്ക് ചായയും എന്താ സ്നാക്സും എടുത്ത് വെച്ചു, അത് കഴിക്കുന്നു, നേരെ ഓടിപ്പോകുന്നു, പഠിക്കാനിരിക്കുന്നു. ഒരു കാര്യമില്ല. സ്കൂളിൽ നിന്ന് തന്നെ രാവിലെ മുതൽ ഈവനിങ് വരെ ഇരുന്ന് ഓൾറെഡി നിങ്ങൾ ക്ഷീണിച്ചിട്ടാണ് നിങ്ങൾ വരുന്നത് അല്ലെ. അപ്പൊ എന്തായാലും ഒന്ന് കുളിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ പഠിക്കാനിരിക്കാന്ന് വിചാരിച്ചാലും നടക്കൊന്നുമില്ല. അപ്പൊ എന്ത് ചെയ്യുക? ഒന്ന് വാമപ്പ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. എന്നിട്ട് പഠിക്കാനിരിക്കുക. മൊബൈൽ ഫോൺ മാറ്റി വെക്കുക. അത് അപ്പുറത്തെ റൂമിലോ അപ്പുറത്തെ വീട്ടിലോ അപ്പുറത്തെ പറമ്പിലോ കൊണ്ടുപോയി വെച്ചാലും വേണ്ടില്ല. എന്ത് ചെയ്യുക? ഫോൺ മാറ്റി വെക്കാതെ നിങ്ങൾക്ക് ഒരിക്കലും പഠിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഇതാ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും അല്ലെ. വാട്സ്ആപ്പ്, ഇൻസ്റ്റഗ്രാം അല്ലെ, ഫേസ്ബുക്ക് പിന്നെ ഔട്ടായല്ലോ, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. യൂട്യൂബ്, റീൽസോളികളാണ് ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന എല്ലാ നാട്ടുകാരും
അപ്പൊ ആ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഫോണ് മാറ്റി വെക്കുക. ഫോണ് മാറ്റി വെച്ചാലേ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് കോൺസെൻട്രേഷനോട് കൂടി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ ഫോണിൽ നിന്ന് വരുന്ന ക്ലിങ് ക്ലിങ് സൗണ്ട് ഇല്ലേ, അത് നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കുന്ന സമയത്ത് ഫോൺ വേണ്ട. എന്തായാലും ഞാൻ ഇപ്പോഴുള്ള ജനറേഷൻ കുട്ടികളോട് ഫോൺ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാൽ അതിൽ ഒരർത്ഥവും ഇല്ല. പക്ഷെ പഠിക്കുന്ന സമയത്ത് ഫോൺ ഉപയോഗിക്കരുതെന്ന് പറയാൻ പറ്റുമല്ലോ, അതുകൊണ്ടാണ് പഠിക്കുന്ന സമയത്ത് ഫോൺ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞത് കേട്ടോ. പിന്നെ പലപ്പോഴും കണ്ടിട്ടുണ്ട് കുട്ടികൾ ഇങ്ങനെ എന്താ പറയാ, തലവേദന എടുക്കുന്നു, പഠിക്കാൻ പറ്റുന്നില്ല, തലവേദന എടുക്കുന്നു എന്ന് പറയുന്നത്. അതിന്റെ മെയിൻ കാരണം എന്താ അറിയോ, ഡീഹൈഡ്രേഷൻ ആണ്. വെള്ളം കുടിക്കില്ല അല്ലെ. പഠിക്കാനിരിക്കുന്ന 3 മണിക്കൂറിൽ നിങ്ങളെ കൊണ്ട് പറ്റുകയാണെങ്കിൽ 2-3 ലിറ്റർ വെള്ളം അങ്ങ് കുടിക്കുക. അത്രത്തോളം ബോഡി ഹൈഡ്രേറ്റഡ് ആവും. അപ്പൊ അത്രത്തോളം നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ ലെവൽ കിട്ടും. നിങ്ങൾക്ക് എന്താ പറയാ, തലവേദന ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, നല്ല എനർജി ഫീൽ ചെയ്യും നിങ്ങൾക്ക്. അപ്പൊ എന്ത് ചെയ്യാ, നിങ്ങളൊരു വാട്ടർ ബോട്ടിലിൽ വെള്ളം നിറച്ച് വെക്കുക, ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക. അപ്പൊ വെള്ളം കുടിച്ചേ പറ്റുള്ളൂ, അതിൽ വേറെ ഒരു വഴിയും നമുക്ക് മറ്റൊരു മാർഗം കണ്ടെത്താൻ പറ്റില്ല. സോ വെള്ളം കുടിക്കുക, വെള്ളം കുടിക്കുക. ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരുന്നിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് സ്ട്രെസ് അടിക്കും. ഓക്കെ അല്ലേ? പിന്നെ രണ്ടാമത്തെ കാര്യം, ചിലപ്പോഴൊക്കെ കുട്ടികൾ കണ്ടിട്ടുണ്ട്, ആ വീട്ടിൽ എല്ലാവരും ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലെ, നാട്ടുംപുറത്തെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക, പരദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കുക, അതിന്റെ ഇടയിൽ പോയിരിക്കും. എന്നിട്ട് അമ്മേനോട് ഇങ്ങനെ, ആണോ, ആന്റിക്ക് എന്ത് പറ്റി അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് കഥ കേട്ടോണ്ടായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാനിരിക്കുക. അപ്പൊ നിങ്ങൾ പഠിക്കുന്നത് എവിടെയാ തലേ കയറുക? ഒരിക്കലും തലേ കയറില്ല അല്ലെ. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന ആ ഒരു എൻവയൺമെന്റ് അത് ഭയങ്കര റിലാക്സിങ് ആയിട്ടുള്ള കാം ആൻഡ് ക്വയറ്റ് എൻവയൺമെന്റ് ആയിരിക്കണം. ടിവിയുടെ സൗണ്ട് അല്ലെങ്കിൽ വീട്ടുകാർ സംസാരിക്കുന്നതൊന്നും നിങ്ങളിലേക്ക് എത്താത്ത രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, നിങ്ങൾ പഠിക്കാനിരിക്കുന്നത്. ഒരു ലേണിംഗ് എന്താ പറയാ, ഭയങ്കര സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, പഠിക്കാനിരിക്കാൻ. ഓക്കെ, അവിടെ നിങ്ങളും നിങ്ങളുടെ ബുക്സും നിങ്ങളുടെ പെന്നും പെൻസിലും അല്ലെങ്കിൽ നിങ്ങൾ എന്ത് നോക്കിയിട്ടാണോ പഠിക്കുന്നത് ആ ഒരു സോഴ്സ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. വാതിലൊക്കെ ക്ലോസ് ചെയ്തിട്ട്, ഇപ്പം നമ്മുടെ വീട്ടുകാരും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മൾ അവരെ പോയിട്ടും ഡിസ്റ്റർബ് ചെയ്യാൻ തോന്നാത്ത രീതിയിലുള്ള എൻവയോൺമെന്റിൽ നിങ്ങൾ ഇരുന്ന് പഠിക്കുക കേട്ടോ. അല്ലാതെ താഴെ അമ്മ സീരിയൽ കണ്ടോണ്ടിരിക്കുമ്പം സാന്ത്വനത്തിൽ എന്താ സംഭവിച്ചേ അത് നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ ഒരിക്കലും പഠിക്കാൻ ഇരിക്കരുത്. ശബ്ദമില്ലാതെ ഉള്ള രീതിയിൽ വേണം നിങ്ങൾ പഠിക്കാനിരിക്കുക. അതായത് നിങ്ങളുടെ സൗണ്ട് നിങ്ങൾ കേട്ടോ, നിങ്ങൾ വായിക്കുന്ന സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാം. ഇപ്പൊ നിങ്ങളൊരു വീഡിയോ കണ്ട് പഠിക്കുകയാണെങ്കിൽ ആ വീഡിയോയുടെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാം അല്ലെ, അല്ലാതെ പുറമെയുള്ള സൗണ്ട് നിങ്ങൾ കേൾക്കാൻ പാടില്ല. ആ രീതിയിൽ നിങ്ങൾ പഠിക്കാനിരിക്കുക കേട്ടോ. പിന്നെ പഠിക്കുമ്പോൾ എപ്പോഴും കുട്ടികളോട് പറയാനുള്ള ഒരു കാര്യമാണ്, ശരിക്കും സ്ട്രെസ് ഫ്രീ ആയിട്ട് പഠിക്കാൻ ഇത് ഞാൻ വെക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് നമുക്ക് ശരിക്കും സ്ട്രെസ് കുറയ്ക്കുന്ന ഒരു പഠന രീതിയാണ്. എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, നിങ്ങളുടെ സ്റ്റഡി ടേബിളിന്റെ മുകളിൽ തന്നെ ടഫ് ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില ലോസ് ഉണ്ടെങ്കിൽ, തിയറീസ് അല്ലെങ്കിൽ ഫോർമുലാസ് ഉണ്ടെങ്കിൽ, ഷോർട്ട് കട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ നിങ്ങൾ അതായത് നമ്മുടെ സ്റ്റിക്കി നോട്ട്സ് ഉണ്ടാവില്ലേ, ആ നോട്ടിൽ എഴുതിയിട്ട് നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒട്ടിച്ചു വെക്കുക. അപ്പൊ നിങ്ങളൊന്ന് അങ്ങോട്ട് നടക്കുമ്പോഴും ഇങ്ങോട്ട് നടക്കുമ്പോഴും ഒന്ന് അത് നോക്കുമ്പോൾ അതറിയാതെ തന്നെ നിങ്ങളുടെ ബ്രെയിനിൽ പതിഞ്ഞോളും. അതേപോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എപ്പോഴും ഹൈലൈറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, പഠിക്കാൻ. ഓരോ ടോപ്പിക് കവർ ചെയ്യുമ്പോഴും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഹൈലൈറ്റ് ചെയ്ത് പോവാം. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒരു മാസത്തിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ആ ടെക്സ്റ്റ് ബുക്ക് മറിച്ച് നോക്കുമ്പോൾ തന്നെ ആ ചാപ്റ്റർ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ കാര്യങ്ങളെല്ലാം ഓർമ്മ വരും കേട്ടോ. അപ്പൊ ഇതും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഞാൻ 3 മണിക്കൂർ പഠിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ചില കുട്ടികൾ ഇങ്ങനെ അമ്മമാരോട് ഞാൻ കണ്ടില്ലേ പഠിപ്പിച്ചായി എന്നൊക്കെ പറഞ്ഞ് വരുന്നത് കണ്ടിട്ടുണ്ട്. 3 മണിക്കൂർ നമ്മൾ എന്തായാലും പഠിക്കാനിരിക്കുന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ച് പോയി അത് കറക്റ്റ് 3 മണിക്കൂർ പഠിച്ചു വരുന്ന കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ കുട്ടികൾക്കൊക്കെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റും. എന്താ, നമ്മുടെ ബ്രെയിന് ശരിക്കും പറഞ്ഞാൽ പഠിക്കുന്ന കാര്യം 20 to 25 മിനിറ്റ് മാത്രം തലയിലേക്ക് എടുക്കാനേ കഴിവുള്ളൂ. അത് നമ്മുടെ ബ്രെയിൻ അങ്ങനെയാണ്. അപ്പൊ നിങ്ങൾ ഈ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുമ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ മെല്ലെ മെല്ലെ ബ്രെയിനിൽ നിന്ന് മാഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. അപ്പൊ നമ്മൾ അതിന് എന്താ ചെയ്യേണ്ടത്, ഇടയ്ക്കൊരു ബ്രേക്ക് എടുക്കുക അല്ലെ, ഒരു കാപ്പിയോ ചായയോ കുടിക്കുക. അപ്പൊ അത് നിങ്ങൾ എന്തായാലും ചെയ്യണം. 3 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഒരിക്കലും പഠിക്കാനിരിക്കരുത്. 1 അവർ പഠിച്ചോ, ഒരു 10 മിനിറ്റ്സ് എന്താ ബ്രേക്ക് എടുക്കുക, വീണ്ടും ഒരു 1 അവർ 10 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക. അങ്ങനെ പഠിക്കുമ്പോഴാണ് ആ പഠനം എഫക്റ്റീവ് ആവുക. പഠിച്ചു എന്നുള്ളതല്ല, അതെങ്ങനെ എഫക്റ്റീവായി പഠിച്ചു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കേണ്ടത് അല്ലെ. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ എന്തായാലും നോട്ട് ചെയ്യുക. ഒരു 10 മിനിറ്റ്സ് എങ്കിലും നിങ്ങൾ പഠിക്കുന്നതിന്റെ ഇടയിൽ 1 അവറിന്റെ ഇടയിൽ നിങ്ങൾ ബ്രേക്ക് എടുക്കണം. ഓക്കെ അല്ലേ? യെസ്. ആൻഡ് ഓൾസോ ചില ആൾക്കാർക്ക് ബ്രേക്കിന്റെ സമയത്ത് എന്ത് ശീലമുണ്ട്, ഒരു പാട്ട് കേൾക്കാൻ ശീലമുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, ബ്രേക്കിന്റെ സമയത്ത് ഒന്ന് റിലാക്സ്ഡ് ആവാൻ ഒരു ലൈറ്റ് മ്യൂസിക് ഒക്കെ നിങ്ങൾക്ക് കേൾക്കാം. ചില ആൾക്കാരുടെ ശീലം എന്താണെന്നറിയോ, ഭയങ്കര നമുക്ക് ഉറക്കം തൂങ്ങും അല്ലെ, ബോറടിക്കും. അത് മാറ്റാൻ വേണ്ടിയിട്ട് അവരൊരു പവർ നാപ്പ് എടുക്കും അല്ലെ, ഒരു 15 മിനിറ്റ്സ് ഒക്കെ പവർ നാപ്പ് എടുക്കും. ഈ പവർ നാപ്പ് എടുക്കുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് ഐഡിയ.
എന്തുകൊണ്ടാന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ എനർജി ബൂസ്റ്റ് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ കോൺസെൻട്രേഷൻ ലെവൽ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, നല്ലോണം എനർജി ഫീൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് ടേക്ക് എ പവർ നാപ്പ്. എന്ന് വെച്ചിട്ട് ഞാനൊരു പവർ നാപ്പ് എടുക്കാൻ പോവാന്നും പറഞ്ഞിട്ട് പോയി കിടന്ന് ഉറങ്ങി 3 മണിക്കൂർ കഴിഞ്ഞിട്ട് അയ്യോ രാത്രി 11 മണിയായോ ഞെട്ടി എണീക്കുക, അതല്ല മിസ് ഉദ്ദേശിച്ചത് കേട്ടോ. പവർ നാപ്പ് എന്ന് പറഞ്ഞാൽ 10 to 15 മിനിറ്റ്സ് നിങ്ങളുടെ ബ്രെയിനിനെ നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാണ്, ഒന്ന് എന്താ പറയാ, നമ്മൾ പറയില്ലേ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ പോവാന്നൊക്കെ പറയില്ലേ, ബ്രെയിനിനെ ഒന്ന് നമ്മൾ ഇളക്കി മറിച്ച് അടുത്ത പഠനത്തിന്റെ മുന്നേ ആയിട്ട് എന്ത് ചെയ്യുക, ഒന്ന് പ്രിപ്പയർ ചെയ്യിക്കുക. അതിന് വേണ്ടിയിട്ട് ബ്രെയിനിന് വേണ്ട ഒരു റിലാക്സേഷൻ, ആ ഒരു പരിപാടിക്കാണ് ഈ പവർ നാപ്പ് എടുക്കുന്നത് കേട്ടോ. അപ്പൊ അത് നിങ്ങൾ എടുത്തോ, ഒരു കുഴപ്പമില്ല. അല്ലാതെ പഠിക്കുന്ന സമയത്ത് അവൻ കിടന്ന് ഉറങ്ങുക എന്ന് പറയുമ്പോൾ പറഞ്ഞാൽ മതി ഞാൻ പവർ നാപ്പ് എടുക്കുകയാണ് അമ്മയെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ കേട്ടോ. അതേപോലെ തന്നെ ബ്രേക്കിന്റെ ഇടയിൽ ഒരു എന്താ പറയുക ഒരു പാട്ട് കേട്ടു എന്ന് വിചാരിച്ച ഒരു കുഴപ്പമില്ല, അതും നിങ്ങൾക്ക് കൂടുതൽ എന്താണ് റിലാക്സേഷൻ വരും. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ഇനി മിസ് നേരത്തെ പറഞ്ഞു, അതായത് നിങ്ങൾ പഠിക്കണം, നിങ്ങൾ പഠിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ നിങ്ങൾ പൊട്ടും എന്നൊക്കെ മിസ് നേരത്തെ പറഞ്ഞു അല്ലേ. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് എന്റർടൈൻമെന്റുകളൊന്നും വേണ്ട എന്നല്ല. കല്യാണത്തിന് പോകണ്ട, ബർത്ത്ഡേ പാർട്ടിക്ക് പോകണ്ട, പുറത്ത് ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കേണ്ട, കളിക്കണ്ട എന്നൊന്നും അല്ല അല്ലെ. നമുക്ക് പഠനം മാത്രം പോരാ, നമ്മളെ സക്സസിലേക്ക് എത്തിക്കുക. വെറും പഠനം മാത്രമല്ല, അതിന്റെ കൂടെ നമുക്ക് കുറച്ച് എന്റർടൈൻമെന്റ്സ് വേണം. നമുക്ക് ഇഷ്ടപ്പെട്ട ഗെയിം കളിക്കാം അല്ല, ഔട്ട്ഡോർ ഗെയിംസ് ആയാലും ഇൻഡോർ ഗെയിംസ് ആയാലും. എന്ന് വെച്ചിട്ട് എന്താ പറയാ, നമ്മുടെ ടിവിയിലോ ലാപ്ടോപ്പിലോ 24 മണിക്കൂറും അല്ലാത്ത ഗെയിം കളിക്കാൻ നല്ല അർത്ഥം കേട്ടോ. ഓക്കെ, നമുക്ക് ഇഷ്ടപ്പെട്ട ഗെയിം, ഫുട്ബോൾ, ക്രിക്കറ്റോ, ടെന്നീസോ, ബാഡ്മിന്റൺ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറച്ച് ഗെയിംസ് ഉണ്ടല്ലോ. നിങ്ങൾക്ക് അറിയുന്ന ഗെയിം ഏതാണോ, ഇൻട്രസ്റ്റിംഗ് ഗെയിം ഏതാണോ, ഇഷ്ടമുള്ള ഗെയിം ഏതാണോ, അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കളിക്കാം. അത് നിങ്ങൾ ഡെയിലി എന്ത് ചെയ്യുക, ഇപ്പം സ്കൂളൊക്കെ വിട്ട് വന്നു കഴിഞ്ഞാൽ ആ സമയത്താണല്ലോ കുട്ടികളൊക്കെ ഗ്രൗണ്ടിൽ കൂടുന്ന സമയം. ആ സമയത്ത് നിങ്ങൾ അരമണിക്കൂറോ 3/4 മണിക്കൂറോ 1 മണിക്കൂറോ ഒക്കെ ഒന്ന് പോയിട്ട് ഗെയിമൊക്കെ കളിച്ച് ഉഷാറായി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുളിച്ച് മാറ്റി ഒന്ന് എന്ത് ചെയ്യുക, വാമപ്പ് ഒക്കെ ചെയ്തതിന് ശേഷം പഠിക്കാൻ ഇരിക്കുകയാണെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് പഠിക്കുന്ന കാര്യത്തിൽ ഒരു ബോറടിയും ഉണ്ടാവില്ല, മടുപ്പും ഉണ്ടാവില്ല, ഒന്നും നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. കാരണം നിങ്ങൾക്ക് വേണ്ടത് ഇവിടെ സ്റ്റഡീസും കിട്ടി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അവിടെ ഒരു എന്റർടൈൻമെന്റും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ അല്ലേ? ആൻഡ് ഈ ഉറക്കം ഒഴിഞ്ഞ് പഠിക്കുന്ന കുട്ടികൾ ടോപ്പ് ലെവലിൽ എത്തും എന്നുള്ള തെറ്റായ ഒരു രീതിയുണ്ട്, അത് മാറ്റുക. ഓക്കെ, അതായത് ഉറങ്ങാതെ രാത്രി മുഴുവനും ഇരുന്ന് പഠിച്ചു, അപ്പൊ അവരുടെ ഉറക്കമോ 7-8 മണിക്കൂർ ഉറങ്ങാതെ എങ്ങനെയാടാ നമുക്ക് സ്ട്രെസ് ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റുക? ഒരിക്കലും ഇല്ല. സോ 7 to 8 hours ഓഫ് സ്ലീപ്പ് ഇസ് വെരി മച്ച് നെസസറി. ഓക്കെ, 7 മുതൽ 8 മണിക്കൂർ വരെ ഡെയിലി നിങ്ങൾ ഉറങ്ങണം. ഉറങ്ങിയേ പറ്റുള്ളൂ, എന്നാലേ പഠിച്ചതൊക്കെ തലയിൽ നിൽക്കുള്ളൂ, അല്ലെങ്കിൽ അതെല്ലാം മാഞ്ഞു പോകും. ഓക്കെ, അപ്പൊ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ 7-8 മണിക്കൂർ ഉറക്കം കിട്ടുന്ന ലെവലിൽ വേണം നിങ്ങൾ നിങ്ങളുടെ ടൈം ടേബിൾ സെറ്റ് ചെയ്യാൻ. അപ്പൊ ഈസി ആയിട്ടൊരു ടൈം ടേബിൾ എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും മറക്കാതെ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ 7 to 8 hours ഓഫ് സ്ലീപ്പ് വേണം നമുക്ക്. അതുകൊണ്ട് ആ ഉറക്കം കൃത്യമായി കിട്ടുന്ന രീതിയിൽ വേണം നിങ്ങൾ പഠിക്കാനിരിക്കാൻ. അതിപ്പോ രാത്രി പഠിക്കുന്ന കുട്ടികളുണ്ടാവും, രാവിലെ എണീറ്റ് പഠിച്ചാലാണ് എല്ലാം തലയിൽ കയറുക എന്നുള്ള കുട്ടികളുണ്ടാവും അല്ലേ. അപ്പം അങ്ങനെ നൈറ്റോ അല്ലെങ്കിൽ മോർണിംഗ് ആ ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കുട്ടികളുണ്ട്. അപ്പം എങ്ങനത്തെ ആൾക്കാരാണ് നിങ്ങൾ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. പക്ഷെ എങ്ങനത്തെ ആൾക്കാരും ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഉറക്കം കിട്ടുന്ന രീതിയിൽ വേണം നിങ്ങൾ പഠിക്കാനിരിക്കാൻ. ഈ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ സ്ട്രെസ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഉറപ്പായും പഠിക്കാൻ പറ്റും. ഇങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ സക്സസിലേക്ക് എത്താൻ പറ്റും. ഫുൾ A+ അല്ല, ഫുൾ മാർക്ക് നമുക്ക് വാങ്ങാൻ പറ്റും. ഓക്കെ, അപ്പൊ മിസ് പറഞ്ഞ മിസ്റ്റേക്സ് ഒന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ ഈ വർഷം റിപ്പീറ്റ് ചെയ്യരുത്. എക്സാം സമയത്ത് നോക്കി പഠിക്കാനിരിക്കരുത്, ഇപ്പോഴേ നമുക്ക് പഠിച്ചു തുടങ്ങണം. ഓക്കെ, കാരണം നമ്മുടെ സിലബസ് ആയിക്കോട്ടെ, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ ആയിക്കോട്ടെ, എല്ലാം മാറിയിരിക്കുകയാണ്. ഓരോ വർഷവും ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എക്സാം സമയത്ത് മാത്രം പഠിച്ചാൽ നമ്മൾ വിചാരിച്ച ലെവലിൽ എത്താൻ പറ്റില്ല. ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം, കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചു തുടങ്ങണം. ഇപ്പോഴേ എന്താണ് ഉഴപ്പുന്ന ആൾക്കാർ, മടി പിടിച്ച ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളോട് പറയാം, ഈ വർഷം നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും. അപ്പൊ മടിയും ഉഴപ്പും ഒക്കെ മാറ്റി വെച്ചോളുക. കഴിഞ്ഞ വർഷം ഉഴപ്പിയത് കൊണ്ടും മടി പിടിച്ചത് കൊണ്ടും പണി കിട്ടിയ കുട്ടികളുണ്ടല്ലോ. അപ്പം നിങ്ങൾക്ക് അറിയാലോ പണി കിട്ടും എന്ന്. ഇക്കൊല്ലം നമുക്ക് പണി കിട്ടണ്ട. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വർഷം കഷ്ടപ്പെട്ട് നമുക്ക് പഠിക്കാം അല്ലെ. ഓക്കെ മക്കളെ, യെസ്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എഫക്റ്റീവ് ആയി എന്ന് മിസ് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി നമ്മുടെ ചാനൽ RK-Next ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ അല്ലേ? യെസ്, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്ത വീഡിയോ, കാരണം അവരും ഒരു ഐഡിയ ഇല്ലാതെ ഇരിക്കും. ഓക്കെ, അപ്പൊ അവരെ നിങ്ങളൊന്ന് സഹായിച്ചോ, വീഡിയോ ഷെയർ ചെയ്തിട്ട് സഹായിച്ചാൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.